ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ ഹോം. നമ്മുടെ വീട്ടുമുറ്റത്ത് നിറയെ ചെടികളിൽ നിറയെ പൂക്കളും അതിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളും കാണാൻ എന്ത് രസമുള്ള കാഴ്ചയാണല്ലേ. പക്ഷെ പലപ്പോഴും നമ്മൾ ചെടികളൊക്കെ നട്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര പൂക്കളൊന്നും ഉണ്ടാവാറില്ല. അതെന്താ അങ്ങനെയെന്ന് നമ്മളും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, വേണ്ട സമയത്ത് വേണ്ട ഇടവേളകളിൽ വേണ്ടത്ര വളം നമ്മൾ ഇട്ട് കൊടുക്കാത്തത് കൊണ്ടാണ്. നഴ്സറികളിൽ കാണുന്ന പോലെ നമ്മളുടെ വീട്ടുമുറ്റത്ത് ചെടികളിൽ കുലകുലയായിട്ട് പൂക്കളൊന്നും ഉണ്ടാവാത്തത്. അപ്പോൾ അങ്ങനെ കുലകുലയായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പൂക്കൾ ഉണ്ടാവുന്നതിന് വേണ്ടി മാത്രമല്ല കേട്ടോ ഈ വളം ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇല ചുരുണ്ടു പോവുക, ഇല മഞ്ഞച്ചു പോവുക, അല്ലെങ്കിൽ ഒരു മുട്ട ഉണ്ടായി വന്നിട്ട് അതിൻ്റെ പകുതി മാത്രം വിരിയുക, അല്ലെങ്കിൽ മുട്ട കരിഞ്ഞു പോവുക, ഇങ്ങനെയുള്ള എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത്. ഇത് ഫെർട്ടിലൈസർ മാത്രമല്ല, നല്ലൊരു പെസ്റ്റിസൈഡും ഫംഗിസൈഡും കൂടിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ നട്ട് നനച്ച് വളർത്തുന്ന തക്കാളി, മുളക്, കറിവേപ്പ്, ചേന, ചേമ്പ് പോലെയുള്ള എല്ലാത്തരം വിളകൾക്കും നല്ല രീതിയിൽ ഗുണപ്രദമായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, ആ ഫെർട്ടിലൈസർ എങ്ങനെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. അതിന് മുന്നേയായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളിൽ ആരെങ്കിലും നമ്മളുടെ ചാനൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും മടി കാണിക്കില്ലേ. അതുകൂടാതെ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമാണ് അടുത്ത തവണ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരികയും ഒരു വീഡിയോ പോലും മിസ്സാവാതെ കാണുകയും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത് ഇവനാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ചാരമാണ്. അപ്പോൾ ചാരമൊക്കെ നമ്മളുടെ വീടുകളിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണല്ലോ. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് മോഡേൺ കിച്ചണൊക്കെ വന്നേ പിന്നെ വിറകടുപ്പൊക്കെ പല വീടുകളിലും ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളുടെ പറമ്പിലുള്ള ചവറുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴാണെങ്കിൽ നല്ല ഉണക്കയില നന്നായിട്ട് ഉള്ള സമയമാണ്. അപ്പം ഈ ഉണക്കയിലകളെല്ലാം കൂടി കത്തിച്ചിട്ട് ആ ചാരം എടുത്താലും മതി. വിറകിൻ്റെ ചാരമാണ് ഏറ്റവും നല്ലത്, എങ്കിലും ഉണക്കയില കത്തിച്ചിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല. പ്ലാസ്റ്റിക് കത്തിച്ചതോ ന്യൂസ് പേപ്പർ കത്തിച്ചതോ ആയിട്ടുള്ള ചാരം ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല കേട്ടോ. പിന്നുണ്ടല്ലോ, പണ്ടുകാലം മുതൽക്കേ നമ്മളുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ വീട്ടുവളപ്പിൽ നട്ടുവളർത്തുന്ന പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുത്തിരുന്നത് ഈ ചാരവും ചാണകമൊക്കെ തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു അവർ ആരോഗ്യത്തിൻ്റെ പുറകിലുള്ള രഹസ്യം എന്ന് പറയുന്നത്. കാരണം അവർ നാച്ചുറലായിട്ടുള്ള വളങ്ങളാണല്ലോ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, വർഷങ്ങളായിട്ട് നമ്മളുടെ പൂർവികർ ഉപയോഗിച്ച് വരുന്ന ഈ വളം തീർത്തും നിസ്സാരക്കാരനല്ല കേട്ടോ, വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വളമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കൂടിപ്പോയാൽ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും വരിക കേട്ടോ. പിന്നുണ്ടല്ലോ, ഈ ചാരം എന്ന് പറയുന്നത് നല്ലൊരു വളമായിട്ട് മാത്രമല്ല, കീടനിയന്ത്രണത്തിനും റൂട്ടിംഗ് ഹോർമോണായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. പിന്നെ ചെടിച്ചുവട്ടിൽ കാണുന്ന ഒച്ച, പിന്നെ ഉറുമ്പ് ശല്യം, മീലിബഗ്, മുഞ്ഞ എന്നിവ ചെടികളിൽ നിന്ന് അകറ്റാനും ഈ ചാരം വിതറിയാൽ സാധിക്കും കേട്ടോ. ചാരത്തിലുള്ളത് പൊട്ടാസ്യവും കാൽസ്യം കാർബണേറ്റും ആണ് കേട്ടോ. ഇത് ചെടിയെ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ. പിന്നെ റോസ് ചെടികളിൽ കാണുന്ന ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞ പ്രശ്നത്തിനും തക്കാളിയുടെ ഒരു വശം ഇങ്ങനെ കരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ അതിനൊക്കെ ഈ ചാരം വളരെ നല്ലതാണ്. ഇതിനു വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 2 സ്പൂൺ ചാരം കലക്കിയിട്ട് അത് നന്നായിട്ട് അരിച്ചെടുത്ത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അതേ വെള്ളം തന്നെ ചെടിയുടെ ചുവട്ടിലൊഴിച്ച് കൊടുക്കുന്നതും വളരെ ഫലപ്രദമാണ് കേട്ടോ. ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് പുളിപ്പിച്ച തേങ്ങാവെള്ളമാണ്. അപ്പോൾ എത്ര ദിവസം ഈ തേങ്ങാവെള്ളം പുളിപ്പിക്കുന്നുവോ അതനുസരിച്ച് ഇതിൻ്റെ വീര്യവും കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ചെടിയിലൊക്കെ നിറയെ പൂക്കാനായിട്ട് ഈ തേങ്ങാവെള്ളം വളരെയധികം സഹായമായിട്ടുള്ള ഒന്നാണ്. പിന്നെ പൊട്ടാസ്യം, കാൽസ്യം, മാഗ്നീഷ്യം, സോഡിയം എന്നിവയൊക്കെയാണ് ഈ തേങ്ങാവെള്ളത്തിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇത് ചെടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായകമാകും കേട്ടോ. പ്രത്യേകിച്ച് ആന്തൂരിയും ഓർക്കിഡ് പോലെയുള്ള ചെടികൾക്കൊക്കെ പറ്റിയൊരു ഉഗ്രൻ ഫെർട്ടിലൈസറാണ് ഈ പുളിപ്പിച്ച തേങ്ങാവെള്ളം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. ഇത് ഞാൻ നന്നായിട്ട് പുളിപ്പിച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇനി കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നല്ല രീതിയിലൊന്ന് നേർപ്പിച്ചിട്ട് വേണോട്ട് എടുക്കാൻ. കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡുമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇതിലുള്ളത് ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയൺ, കാൽസ്യം എന്നിവയൊക്കെ, അതുകൂടാതെ വൈറ്റമിൻസും ഇതിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ മണ്ണിൽ ഒഴിച്ച് കൊടുക്കുമ്പോഴുണ്ടല്ലോ, മണ്ണിൽ സൂക്ഷ്മാണുക്കളുടെ എണ്ണം വർദ്ധിച്ച് മണ്ണ് നല്ല ഗുണമേന്മ ഉള്ളതായി തീരുകയും ആ മണ്ണിൽ വളരുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ വളരെ നല്ല രീതിയിൽ വളർന്നു കിട്ടുകയും ചെയ്യും കേട്ടോ.
ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ 3 സാധനങ്ങൾ കൂടി കൂട്ടി യോജിപ്പിക്കുകയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ 2 ചെറിയ തേങ്ങയുടെ തേങ്ങ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിത് രണ്ടും 2 ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ട് പുളിപ്പിച്ചതാണ്. അപ്പം അത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി ചാരമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 സ്പൂൺ ചാരമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ അന്നുള്ള കഞ്ഞിവെള്ളവും തേങ്ങവെള്ളമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇത് 3ഉം കൂടി ചാരവും കഞ്ഞിവെള്ളവും തേങ്ങവെള്ളവും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ദിവസത്തേക്ക് പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇതിൽ ചാരം ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിൽ ചാരം ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് വാരിക്കോരി ഒന്നും ഇട്ട് കളയരുത്. ചാരം കൂടിക്കഴിഞ്ഞാലും ചെടികൾക്ക് ദോഷമായിട്ടാണ് വരിക. പ്രത്യേകിച്ച് ചെറുപ്രായത്തിലുള്ള ചെടികൾക്കും പിന്നെ നമ്മൾ റീപോർട്ട് ചെയ്യില്ലേ, അപ്പോൾ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെയും ഒന്നും ചെടികൾക്ക് ഈ ചാരം ഇട്ട് കൊടുക്കരുത്. പൂക്കാനും കായ്ക്കാനൊക്കെ ആയിട്ടുള്ള ആ ടൈപ്പ് ചെടികൾക്കാണ് ഈ ചാരം പ്രധാനമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ അന്നുള്ള കഞ്ഞിവെള്ളത്തിൽ ചാരം കലക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എങ്കിൽ തന്നെയും പുളിപ്പിച്ചിട്ട് ഒഴിക്കുമ്പോഴാണ് കൂടുതൽ ഗുണം എന്നുള്ളതിനാൽ നമുക്ക് എപ്പോഴും പുളിപ്പിച്ചിട്ട് ഒഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഈ രീതിയിൽ തന്നെ ഒരു കാരണവശാലും ചെടികൾക്ക് ഒഴിക്കരുത്. ഇപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ ഫെർട്ടിലൈസറിൻ്റെ ഉള്ളിലേക്ക് ഒരു 5 ഇരട്ടിയെങ്കിലും വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. പിന്നെ മാസത്തിൽ 2 തവണയാണ് ഇത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇത് കൂടാതെ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചാരമായതുകൊണ്ട് തന്നെ അതിൽ കുറേ കരടൊക്കെ കാണും. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് മാത്രമേ സ്പ്രേ ബോട്ടിൽ ഒഴിക്കാവുള്ളൂ. ഇതില്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ തടസ്സം വരികയും സ്പ്രേ ബോട്ടിൽ പിന്നീട് വർക്ക് ചെയ്യാതാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അരിച്ചൊഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഫെർട്ടിലൈസർ എല്ലാത്തരം ചെടികൾക്കും അനുയോജ്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് മുരടിച്ച് നിൽക്കുന്ന പച്ചക്കറികൾ, പൂച്ചെടികൾക്ക് അവയ്ക്കൊക്കെ നല്ലൊരു റിസൾട്ടാണ് ഇതുവഴി ഉണ്ടാകുന്നത് കേട്ടോ. പിന്നെ റോസ് നിറയെ പൂക്കൾ തരാനായിട്ട്, ചിലപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി കൊണ്ടുവരുമ്പോഴത്തേക്കും നിറയെ പൂക്കളുണ്ടാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പൂക്കളെ ഇങ്ങനെ ഉണ്ടാവാതെ വരും. അങ്ങനെയുള്ള റോസ് ചെടികൾക്കൊക്കെ ഈ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ തരും കേട്ടോ. പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് തീരെ ചിലവില്ലല്ലോ. കാരണം നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് എപ്പോഴും സ്ഥിരം കിട്ടുന്നതാണ് കഞ്ഞിവെള്ളം ആയാലും ചാരം ആയാലും ഒക്കെ. അപ്പം ചിലവില്ലാതെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസർ അല്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ മുരടിച്ച് നിൽക്കുന്നതും അധികം കായ്ക്കാത്തതുമായ മുളകുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അതിൻ്റെ ഇലകളിലൊക്കെ ഈ ഫെർട്ടിലൈസർ ഒന്ന് തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ആ ഇല ചുരുണ്ട് വരുന്ന അവസ്ഥ, ഇല മഞ്ഞച്ചു പോകുന്ന അവസ്ഥ, അവയ്ക്കൊക്കെ നല്ലൊരു പരിഹാരം കൂടെയാണ് ഈ ഫെർട്ടിലൈസർ കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ തളിച്ചു കൊടുക്കുമ്പോൾ അത് പൂക്കളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പൂക്കളിൽ ഈ ഫെർട്ടിലൈസർ വീണിട്ടുണ്ടെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഫെർട്ടിലൈസർ ഒരു കാരണവശാലും ചീരവർഗ്ഗത്തിൽപ്പെട്ട പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഈ ഫെർട്ടിലൈസർ പെട്ടെന്ന് പൂക്കാൻ സഹായിക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ ചീര പോലുള്ളവയ്ക്കൊക്കെ നമ്മൾ അതിൻ്റെ ഇലകളാണ് എടുക്കുന്നത്. അത് പെട്ടെന്ന് പൂവിട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഇലകൾ ഉണ്ടാകുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു പോവുകയും നമുക്കധികം ചീര കിട്ടാതെ വരികയും ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും ചീരവർഗ്ഗത്തിൽപ്പെട്ടവയ്ക്ക് ചാരം നിറഞ്ഞ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ഇതേപോലെയുള്ള ഒരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ഫ്രം റീന.